ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാറ്റ്സ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു പാസ്തയാണ്. ഇതുണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ പാസ്ത ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നതാണ്. ഇത് കുറച്ച് വെള്ളത്തിൽ നല്ലോണം ഇട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഇത് എനിക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്ത നന്നായിട്ട് ബോയിൽ ചെയ്ത് കിട്ടണം. കാരണം ഇതൊരു കുറച്ചുകൂടി ഒരു വലുപ്പമുള്ളൊരു പാസ്തയാണ്. ബോയിൽ ചെയ്ത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ല. മുറിഞ്ഞു വന്നു കഴിഞ്ഞാലും അത് ഒന്നുകൂടി നല്ലോണം നമ്മൾ കഷ്ണം ഒന്ന് കടിച്ച് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അത് നല്ലോണം വെന്തിനോ ഇല്ലയോ എന്ന്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗാർലിക്ക് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഗോൾഡൻ കളറാക്കിയിട്ട് വഴറ്റിയെടുക്കാം. ഈ ബട്ടറിൽ ഗാർലിക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരിക. നല്ല സ്മെല്ല് മാത്രമല്ല, നമ്മൾ ടോട്ടലി പാസ്തയുടെ ടേസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഗാർലിക്കും ബട്ടറും ആണ്. ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ടത് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പകുതി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ആണെങ്കിലും ക്യാപ്സിക്കം ആണെങ്കിലും അധികം വഴഞ്ഞു വരേണ്ട ആവശ്യമില്ല. ഒരല്പം ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് ഇത് നല്ലത്. കാരണം പാസ്ത കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ അധികം വഴേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് പീസ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കൊഞ്ചോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ടെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി അല്ലെങ്കിൽ സുർക്ക എന്ന് പറയും. അത് ഒരു ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടതാണ് മയോണൈസ് ആൻഡ് കെച്ചപ്പ്. മയോണൈസ് 2 ടേബിൾ സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ മയോണൈസാണ്. വീട്ടിൽ ഉണ്ടാക്കിയ മയോണൈസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടതാണ് ഒരു ടേബിൾ സ്പൂണ് കെച്ചപ്പ്. കെച്ചപ്പ് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് കെച്ചപ്പ് ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല എന്താ പറയുക, കുറച്ച് പുളിപ്പൊക്കെ ഉള്ളതുകൊണ്ട്, പുളിപ്പ് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും ചില ആൾക്കാർക്ക്. പക്ഷെ എനിക്ക് അധികം ഒട്ട് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എനിക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കാവുന്നതാണ്. ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ പാസ്ത ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാനത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാസ്ത ബോയിലായ പാസ്ത ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രെയിൻ ചെയ്തിട്ട് അതിന്മേൽ കുറച്ച് ഓയിലാക്കി വെച്ചിട്ട് ഇരിക്കുകയാണ്, പരസ്പരം ഒട്ടിപ്പോവാണ്ടിരിക്കാൻ. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാസ്ത നല്ലോണം ഒന്ന് ഈ ലിക്വിഡായിട്ട്, അതായത് ഈ മസാലയായിട്ട് ഒന്ന് നല്ലോണം ചേർന്ന് വരണം. കാരണം പാസ്ത കടിക്കുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു പച്ച ചുവ വരും. ഇത് മൈദേനെ കൊണ്ടുണ്ടാക്കുന്ന സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മൈദയുടെ ഒരു പച്ച ചുവ വരും. അതുകൊണ്ട് കുറച്ചൊരൊന്ന് ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കുന്നതാണ് നല്ലത്. മൂടി വെച്ച് കുറച്ച് സമയം ഒരു ചെറിയൊരു തീയിൽ മൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എനിക്ക് കഴിക്കാനായിട്ട് വേറൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇത് മാത്രമാണ് ഉണ്ടാക്കിയത്. ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. എനിക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് താഴെ കൊടുക്കുക. എൻ്റെ കൂടുതൽ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ, താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്.
സംഭവം കുഴപ്പമില്ല. നിങ്ങളും ട്രൈ ചെയ്തൊക്കെ വീട്ടിൽ എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പം ശരി എന്നാൽ.